നമസ്കാരമുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ അപ്പോൾ നല്ല ഫ്ലവറിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്ലവറിങ് ഒക്കെ ചെറിയ കായായി തുടങ്ങുന്നത്. ചെറിയ കായകളൊക്കെ പിടിച്ചു, നിറയെ കായകൾ പിടിച്ചു. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള വളത്തിൻ്റെ രീതി പറയുന്നത്. പിന്നെ എനിക്കിതിൽ വന്നത് നമ്മൾ വിളവെടുത്തതിന് ശേഷം ചെറിയ കുരുടിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇത് കണ്ട ഇലകളിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒബ്രോൺ എന്ന് പറഞ്ഞ ഇൻസെക്ടിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം അതിന് കൂമ്പെന്ന് വരുന്ന ഇലകൾ നല്ല ഇലകളാവും. അപ്പോൾ അത് അവിടെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും. ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ടാവുമ്പോഴാണ് വീണ്ടും നല്ല കുരുടിപ്പിലേക്ക് നമുക്ക് എത്തുന്നത്. അപ്പോൾ മുളകിൻ്റെ ഇല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇല നന്നായി ചുളുങ്ങിയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ഇലകളൊക്കെ വരുന്ന രീതികൾ നമ്മൾ നോക്കുക. അപ്പോൾ ഇതുപോലെ ഒബ്രോൺ, അക്ടേറ, വെറ്റബിൾ സൾഫർ ഈ 3 ഇൻസെക്ടിസൈഡാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറ്. നമ്മൾ ഉപയോഗിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒബ്രോൺ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. 100 ml 700 രൂപ വരെ ഉണ്ട്. അക്ടേറ നല്ല സാമ്പിൾ പാക്കറ്റ് നമുക്ക് കിട്ടും, 30 രൂപ ഉള്ളൂ. പിന്നെ വരുന്നത് വെറ്റബിൾ സൾഫർ എന്നാണ്. സൾഫർ ഇതായിട്ടുള്ളൊരു ഫെർട്ടിലൈസറും കൂടിയിട്ടാണ് വെറ്റബിൾ സൾഫർ. അതായത് കീടങ്ങളെ ശരീരം പൊള്ളിച്ചിട്ട് കീടങ്ങളെ കൊല്ലുക ചെയ്യുക. അപ്പോൾ അതും ഇതുപോലെ 3 ഗ്രാമോ 2 ഗ്രാമോ അത് പൗഡറായിട്ട് കിട്ടുക. അപ്പോൾ അത് 2 ഗ്രാമോ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വൈകിട്ട് സ്പ്രേ ചെയ്യുക. 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇഷ്ടംപോലെ ഫ്ലവറിങ് വന്നിട്ടുള്ളത്. ഇത് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഒരു വളക്കൂട്ടുണ്ടല്ലോ സ്പ്രേ ചെയ്തത്. അതായത് ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് കറക്റ്റ് ചെയ്യാനും പൂക്കൾ ഉണ്ടാവാനും ഉള്ള ഹോർമോൺ ഇതാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഗോമൂത്രം 1/2 ലിറ്റർ മോര്. ഈ മോരിലേക്ക് പതുക്കെ ഒരു 20 ഗ്രാം പാൽക്കായ അങ്ങനെ പതുക്കെ അലിയിച്ചിട്ട് 20 ഗ്രാം ചേർത്തിട്ട് അത് നമ്മൾ ഒരു 3 ml 4 ml അല്ലെങ്കിൽ 2.5 ml എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ചെടികളിലെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് രാവിലെ ചെയ്യരുത്. അതും വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത കാരണമാണ് ഇത് വീണ്ടും ഇഷ്ടം പോലെ ഫ്ലവറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കായായി കഴിഞ്ഞാൽ അത് നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാവും. അപ്പോൾ നമുക്കും അത് വലിയൊരു സന്തോഷമാണ് കൃഷി എന്ന് പറയുന്നത്, പിന്നെ വിളവ് കിട്ടുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം മുളക് കൃഷിയിൽ. പിന്നെ അടിയിലെപ്പോഴും മണ്ണിലെപ്പോഴും കാൽസ്യം വേണം. അപ്പോൾ ഡോളോമേറ്റ് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ എപ്പോഴും ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പൗഡറായിട്ട് തന്നെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ കാൽസ്യം കാർബണേറ്റുള്ള ചോക്ക് കിട്ടും. നമ്മൾ പണ്ട് ബോർഡും എഴുതിയിരുന്ന പോലത്തെ ചോക്ക്. ആ ചോക്ക് നമ്മൾ ഒരു എണ്ണം എടുത്തിട്ട് നമ്മൾ കുത്തി വയ്ക്കുക, മണ്ണിൽ കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് കാൽസ്യം മണ്ണിൽ പതുക്കെ റിലീസായി കിട്ടും. അല്ലെങ്കിൽ പച്ചക്കക്ക മുന്നേ മണ്ണിൽ കൂട്ടിയിട്ട് അതൊരു 3 മാസം വരെ മണ്ണിൽ അത് നിൽക്കും. കാൽസ്യം സ്ലോ റിലീസായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ടത്തണ്ട് നന്നായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. മണ്ണെപ്പോഴും എപ്പോഴും ഓൾറെഡി കാൽസ്യം കിട്ടിക്കൊണ്ടേ ഇരിക്കണം മുളകിന്. അപ്പോൾ ഓൾറെഡി കാൽസ്യം നമ്മളാണ് ചെടിയിലൊരു കീടങ്ങളും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളരുള്ളൂ. മറ്റുള്ള വളങ്ങളെയും സപ്പോർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുളകിലെപ്പോഴും കാൽസ്യം എപ്പോഴും വേണം. കാൽസ്യം, ബോറോണ്, മഗ്നീഷ്യം, സൾഫർ, ഈ ന്യൂട്രിയൻസ് എപ്പോഴും നോക്കുക. ബാക്കിയുള്ളത് പിന്നെ മണ്ണിൽ നിന്ന് കിട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മുളക് ചെടി നല്ല രീതിയിൽ പൂക്കും, നല്ല രീതിയിൽ കായ് വരും. അപ്പോൾ ഒബ്രോൺ നമ്മൾ കൊടുത്ത കാരണം ഇനി വരുന്ന ഇലകളൊക്കെ നല്ല ഇലകളാവും വരിക. അപ്പോൾ നമ്മൾ ഒരിക്കലും കായ വന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ പെസ്റ്റിസൈഡുകൾ നമ്മൾ അടിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് ഒരിക്കലും. കാരണം നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ വീട്ടിൽ വേണ്ടി കൃഷി ചെയ്യണതാണ് നമ്മളെ ആരോഗ്യത്തിനും അത് നല്ലതല്ല. പുറമൊക്കെ വരുന്ന ഏത് രീതിയിലാണ് മുളക് വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ഇതൊന്നും നല്ലതല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട. ഇഷ്ടംപോലെ ഫ്ലവറിങ്, ഇഷ്ടംപോലെ കായ പിടിക്കും ഇനി. അപ്പോൾ 1345 എന്നുള്ള വളം പറ്റുന്ന കൃഷി ചെയ്യുന്ന ആൾക്കാർ മേടിച്ച് വയ്ക്കുക. പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ വളം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു 5 ദിവസം കൂടുമ്പോൾ 2 ഗ്രാമോ അല്ലെങ്കിൽ 4 ഗ്രാമോ ചെടിയുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് അത് രാവിലെ കുറച്ച് ലിക്വിഡ് അതിൽ ഷാമ്പുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇലകളിൽ നല്ല കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ചൂട്ടിൽ ഈർപ്പം നിർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ പിടിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള മൂലങ്ങൾ നമ്മൾ നോക്കണം. മണ്ണെപ്പോഴും ജൈവ സമ്പുഷ്ടമായിട്ട് നിലനിർത്താൻ നോക്കുക. മണ്ണിലൊരിക്കലും അമിതമായിട്ടുള്ള രാസവളങ്ങൾ കൊടുക്കാതിരിക്കുക. ആവശ്യത്തിന് കൊടുക്കുക. അത് ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനൊന്നും മണ്ണിൽ കൊടുക്കണമെന്നില്ല. വെറും ഫോളിയാർ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യണത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക.
അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടും. ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും.